ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്നത്. നമ്മുടെ ശ്രുതിയുടെ മലേഷ്യ കള്ളത്തര നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ പൊളിച്ചടുക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇറച്ചി വെട്ടുകാരൻ ബീരാനെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ചന്ദ്രോദയത്തിൽ നിർത്തുന്നുണ്ട്. ചന്ദ്രമതിയുടെ മുമ്പിൽ കൈ വണങ്ങി തന്നെ ബീരാൻ സത്യമെല്ലാം ഏറ്റുപറയുന്നതോടു കൂടിയിട്ട് ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയെ തിരിച്ചറിയുന്ന സൂപ്പർ ഒരു എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡ് നമുക്ക് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. രവിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് അശോകൻ എന്ന് പറയുന്നത്. അശോകൻ്റെ മകളാണെങ്കിൽ വിവാഹപ്രായം എത്തിയതാണ് കേട്ടോ. അങ്ങനെ മകളെ കാണാനില്ലെന്നും പറഞ്ഞിട്ട് അശോകൻ വന്ന് നേരെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ അടുത്താണ് വന്ന് കാര്യങ്ങൾ പറയുന്നത്. പ്രായപൂർത്തിയായ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ മകളെ കാണാനില്ലെന്ന് പുറത്തൊട്ട് പറയാനും പാടില്ലല്ലോ. അങ്ങനെ സച്ചിയും രേവതിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്താണ് അശോകൻ പറയുന്നത്, അത് എൻ്റെ മകള് ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. എന്നാൽ വീട്ടിൽ വന്ന് ചോദിച്ചിരുന്നു അവരുടെ വീട്ടുകാരൊക്കെ. ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ലെന്നും പറഞ്ഞു. എന്നാൽ അവള് മോളെ 2 ദിവസമായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അശോകൻ ഇങ്ങനെ കരയാണ്. ഈ സമയത്ത് നമ്മുടെ രവിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ സച്ചി അവരെ അന്വേഷിച്ചിറങ്ങുന്നത്. എന്നാൽ സത്യത്തിൽ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയും പയ്യനും കൂടി ഒരു സ്ഥലത്ത് മാറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചതിന് ശേഷം അവൾ വർക്ക് ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. അവിടെ പോയി അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമൊന്നും അവിടെ നിൽക്കുന്ന മറ്റൊരു സ്റ്റാഫ് അതിനെക്കുറിച്ച് പറയാൻ തയ്യാറാകുന്നില്ലെങ്കിലും സച്ചി ഭീഷണിപ്പെടുത്തുന്നതിനെ തുടർന്ന് ആ പെൺകുട്ടി സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആ പെൺകുട്ടി ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് പോയി അശോകൻ പറഞ്ഞ ഉറപ്പിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്നും എല്ലാവരെയും അറിയിച്ച് നല്ല രീതിയിൽ നടത്തി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പയ്യൻ്റെ വീട്ടിലും പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് അശോകൻ്റെ വീട്ടിലും കൊണ്ടെത്തിക്കുന്നുണ്ട് സച്ചിയും രേവതിയും. അങ്ങനെ അശോകനാണെങ്കിൽ സച്ചിയോടും രേവതിയോടും ഭയങ്കര ഒരു ബാധ്യത തന്നെ ആവുകയാണ് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അങ്കിൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അങ്കിളും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ അങ്കിളുടെ മകളുടെ വിവാഹം ഞങ്ങൾ തന്നെ നല്ല രീതിയിൽ മുൻകൈയെടുത്ത് നടത്തി തരുമെന്നേ. അങ്ങനെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല സന്തോഷപൂർവ്വം നടന്നു വരികയാണ്. നമ്മുടെ സ്റ്റേജും ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ രേവതിയാണ് ചെയ്യുന്നത്. മേക്കപ്പും ബ്യൂട്ടീഷ്യൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രുതിയും ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ രവിയും കുടുംബവും ഫുള്ളായിട്ടും ആ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ, സ്വന്തം കുടുംബത്തിലെ വിവാഹം എന്ന മട്ടിൽ. എന്നാൽ ഇതിനകത്തെ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്ന ആ പയ്യനെന്ന് പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനാണെന്ന് പറഞ്ഞ ബീരാനുണ്ടല്ലോ, ആ ബീരാൻ്റെ സ്വന്തം പെങ്ങളുടെ മകനാണ്. അങ്ങനെ ആ പയ്യൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ബീരാനുമാണ് കേട്ടോ, അമ്മാവനാണല്ലോ. അങ്ങനെ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൈഡിലായിട്ട് രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്നത് ബീരാൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ബീരാന് അപ്പോഴാണ് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് ഇവരുടെ കുടുംബത്തിൽ ചെന്ന കാര്യം ബീരാന് ഓർമ്മ വരുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാൻ തന്നെ ബീരാന് സമയമില്ലാതെ 2 ഫാമിലിയും പരസ്പരം കാണാതെ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ ബീരാൻ പെട്ടെന്ന് തന്നെ അശോകനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ആ ഇരിക്കുന്നത് ആരാണ്, നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അശോകൻ പറയുന്നുണ്ട്, ആ അതെ, നിങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ പയ്യന് എത്രമാത്രം വേണ്ടപ്പെട്ട ആളാണോ നിങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ രവീന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവൻ ഈ കല്യാണത്തിന് എത്തിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ അശോകൻ പറയുന്നുണ്ട്, വാ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താന്നേ. അയ്യോ ഇല്ല, എനിക്ക് കുറച്ച് തിരക്ക് കൂടിയുണ്ട്, ഞാൻ പിന്നെ പരിചയപ്പെട്ടോളാന്നും പറഞ്ഞ് ബീരാൻ അവിടെ നിന്നങ്ങ് എസ്കേപ്പ് ആവുന്നുണ്ട്.
അങ്ങനെ ബീരാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഭയങ്കര ടെൻഷനിൽ നടക്കുകയാണ് കേട്ടോ. കാരണം ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഈ വിവാഹത്തിൽ നിന്നോ ബീരാനും മാറി നിൽക്കാനും പറ്റില്ല. കാരണം പയ്യൻ്റെ അമ്മാവനാണല്ലോ, എല്ലാ കാര്യങ്ങളും ബീരാൻ തന്നെയാണ് നോക്കി നടത്തുന്നത്. എന്നാൽ നമ്മുടെ മീരയാണെങ്കിൽ ബീരാനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രുതിയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് മീര പറയുന്നുണ്ട്, എടി നിന്റെ മലേഷ്യയിലെ ഇളയച്ചൻ ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടല്ലോ എന്നേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ പോകണം. എന്താടി നീ പറയുന്നത്? അതെ, ഞാനിപ്പോൾ അയാളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. നീ പോയി നോക്ക്, എന്തായാലും നിന്റെ കള്ളത്തരങ്ങളെല്ലാം ഇന്ന് തന്നെ പൊളിയുമെന്ന് മീര പറയുന്നുണ്ട്. അതെ, നീ ഇപ്പോൾ ഇങ്ങനെ നാക്കെടുത്ത് വളയ്ക്കാതിരിക്കെ, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ശ്രുതി നേരെ ബീരാനെ വിളിച്ചുകൊണ്ട് മാറി അങ്ങ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ബീരാനോട് പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണമെന്നേ. എന്നാൽ ബീരാൻ പറയുന്നുണ്ട്, അതെ എങ്കിൽ പിന്നെ ശ്രുതി ഒരു കാര്യം ചെയ്, നിങ്ങളുടെ കുടുംബക്കാരെ വിളിച്ചോണ്ട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോ. എന്തായാലും ഇതെൻ്റെ സ്വന്തം പെങ്ങളുടെ മകൻ്റെ വിവാഹമാണ്. ഈ വിവാഹത്തിൽ നിന്ന് എനിക്ക് മാറിപ്പോകാൻ പറ്റില്ല. അത് സാധാരണക്കാരുടെ വിവാഹമായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി കരഞ്ഞുകൊണ്ട് ബീരാൻ്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും ബീരാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലിയുടെ മുമ്പിലും പെടാതെ ഒരു പരിധി വരെ ഞാൻ ശ്രമിക്കാം. എന്തായാലും എനിക്ക് ഈ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ മാത്രം പറ്റില്ല എന്നട്ടോ. അങ്ങനെ ശ്രുതിയും ആകെ ടെൻഷൻ അടിച്ചിട്ട് പരമാവധി ബീരാൻ്റെ കണ്ണിൽ പെടാതെ ചന്ദ്രമതിയെ ശ്രുതിയൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നമ്മുടെ ശ്രുതിയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വിവാഹവും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പയ്യൻ്റെ കൈ പിടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബീരാനാണല്ലോ, അമ്മാവനാണല്ലോ. അങ്ങനെ ബീരാനാണെങ്കിൽ ആ ഒരു അവസരത്തിൽ മാത്രം ഒന്നും മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ശ്രുതി എന്ത് ചെയ്യും, ചന്ദ്രമതിയെയും ശ്രുതിയെയും രവിയെയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ശ്രുതിക്ക് പെട്ടെന്ന് വയ്യെന്നും പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ശരി, രവി സച്ചിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ എന്തായാലും ഈ കല്യാണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും നീ മുമ്പിൽ നിന്ന് നടത്തി കൊടുത്തിട്ട് വേണം നീ വരാനായിട്ട്. ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് രവിയും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ കൈ പിടിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അശോകനാണെങ്കിൽ സച്ചിയും രേവതിയും വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. നിങ്ങളിങ്ങോട്ട് വന്നേ, നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ആളെ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് വീരാനെ കാണിച്ചു കൊടുക്കുകയാണ്. ചെറുക്കൻ്റെ അമ്മാവനാണ്, ഈ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് നോക്കി നടത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബീരാനെയാണ് കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും ആകെ ഷോക്കായി പോവാണ് ബീരാനെ കണ്ടതും. അത് ശ്രുതിയുടെ മലേഷ്യയിലെ ഇളയച്ചനാണെന്നും പറഞ്ഞാണല്ലോ പരിചയപ്പെടുത്തിയത്. സച്ചിയുടെ മുഖത്ത് പോലും നോക്കാതെ ബീരാൻ ഇങ്ങനെ വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. അശോകൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബീരാന് ഒന്നും മിണ്ടാനും വയ്യല്ലോ. എന്നാൽ സച്ചിയും രേവതിയും ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ വിവാഹത്തിൻ്റെ ചടങ്ങുകളെല്ലാം തീർന്നതിന് ശേഷം ബീരാനെ വിളിച്ചുകൊണ്ട് പോയിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ നിങ്ങൾ എന്നാ മലേഷ്യയിൽ നിന്ന് വന്നേ? ബീരാൻ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളും പാർലറേട്ടത്തെയും കൂടിയിട്ട് അന്നേ എന്തൊക്കെ ഫ്രോഡ് തരങ്ങൾ ഒപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അച്ഛമ്മയുടെ വീട്ടിൽ വന്ന അന്ന് തൊട്ട് ഞങ്ങൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും നാള് നാടകം കളിച്ച് ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചതല്ലേ. എന്തായാലും ഈ വിവാഹം ഇനി മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ ബീരാൻ പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ കുടുംബക്കാരും കള്ളത്തരത്തിനും ഒന്നിനും കൂട്ടു നിൽക്കുന്നവരല്ല. ഞാനൊരു ഇറച്ചി വെട്ടുകാരനാണ്. ഞങ്ങളുടെ കുടുംബം വെറും സാധാരണ കുടുംബമാണ്. ഞാൻ ഇതുവരെ മലേഷ്യ പോലും കണ്ടിട്ടില്ല. എന്തിനു സച്ചി, എനിക്കിതുവരെ ഒരു പാസ്പോർട്ട് പോലും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാ നിങ്ങൾ അവളുടെ ഇളയച്ചനാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നാടകം കളിച്ചത്? എന്തായാലും താൻ ഇങ്ങോട്ട് വാ, അശോകൻ അങ്കിളിനോട് ഞാൻ നിങ്ങളുടെ കുടുംബ മഹിമ പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. രേവതിയും പറയുന്നുണ്ട്, അതെ സച്ചിയേട്ടാ, ഇവരെ വിശ്വസിച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കുക? എന്തായാലും ഇവരെ പോലെ തന്നെയാണോ ഇനി ആ പയ്യെന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. എന്നാ വീരാൻ പറയുന്നുണ്ട്, സച്ചി രേവതി നിങ്ങളെ എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ നല്ലവരാണെന്നും അറിയാം. ഇപ്പോൾ ഇത് ഒരുപാട്
പാടുപെട്ടിട്ടാണ് ഈ വിവാഹം നടക്കുന്നത്. ഒരിക്കലും ഞാൻ കാരണം എൻ്റെ മകൻ്റെ സ്ഥാനത്താണ് അവനുള്ളത്. അവൻ്റെ വിവാഹം മുടങ്ങിപ്പോവാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും പറയാന്നൊക്കെ വീരാൻ സമ്മതിക്കുന്നുണ്ട്. ശരി, എന്തായാലും ഇന്നത്തെ അശോകൻ അങ്കിളുടെ കാര്യമായതുകൊണ്ട് മാത്രം ഞങ്ങളിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഈ ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ കൂടെ വീട്ടിലെത്തി എല്ലാവരോടും സത്യം വിളിച്ചു പറയണമെന്ന് വീരാനോട് പറയുന്നുണ്ട്. അങ്ങനെ വീരാൻ അത് സമ്മതിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അടുത്തത് മറുവീടിനെ പോയി കൂട്ടിക്കൊണ്ടുവരാൻ ഒരു ചടങ്ങും കൂടി ഉണ്ടല്ലോ. അതിനൊന്നും നിൽക്കാതെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് സച്ചിയും രേവതിയും വീരാനെയും കൂട്ടിയിട്ട് നേരെ അങ്ങ് നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വീരാനെ പുറത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെയും ചന്ദ്രമതിയെയും എല്ലാം വിളിച്ച് ഹോളിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ശ്രുതിയും ഭയങ്കര ക്ഷീണത്തില്, എന്താടാ നീ എന്തിനാ ഇവിടെ വന്ന് കിടന്ന് ഒച്ചയിടുന്നത്? ശ്രുതിക്ക് വയ്യെന്നറിയത്തില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ ഇവന് തലയ്ക്ക് സുഖമില്ല, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞു വിടുന്നുണ്ട്. എന്നാ സച്ചി പറയുന്നുണ്ട്, അതെ ഞാനിപ്പോ നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതെന്നേ. അപ്പോഴേക്ക് രവി വയ്ക്കുന്നുണ്ട്, എടാ ഇത്ര പെട്ടെന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞോ? നിങ്ങളെന്താ പെട്ടെന്ന് വന്ന? അതച്ഛാ, ഇനി മറുവീട് വീട്ടിൽ കൊണ്ടു പോകുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് പ്രധാനപ്പെട്ട ഒരു അതിഥി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ആ കൂടെ ഇങ്ങ് പോന്നു എന്ന് പറയുകയാണ്. രവിയപ്പ ചോദിക്കുന്നുണ്ട്, അതിഥിയോ? ആരാടാ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ളത്? അതെ, നല്ല മാലയിട്ട് തന്നെ സ്വീകരിച്ചിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട അതിഥിയാണ്, ഇളയച്ചനാണെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷനാവുകയാണ്. കാരണം വീരനെ അവിടെ വെച്ച് കണ്ടിട്ട് ശ്രുതി ചെറിയ ട്രിക്കൊക്കെ കാണിച്ചിങ്ങ് രക്ഷപ്പെട്ടു വന്നതാണല്ലോ. എന്നാൽ സച്ചിയും രേവതിയും കയ്യോടെ പിടികൂടുമെന്ന് ശ്രുതി കരുതിയതുമില്ല. അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ശ്രുതിയെ നമ്മുടെ സച്ചിയും രേവതിയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി വന്നിരിക്കുന്നുണ്ട്. ആട്ടിളയച്ചൻ, നീ എന്താ കല്യാണത്തിന് പോയിട്ട് മദ്യപിച്ചിട്ടാണോ വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എല്ലാവരും അങ്ങനെയാണോ പല്ലോ പറയുന്നത്? എന്നെ ഒരു കുടിയനാക്കി ഇട്ടിരിക്കുക. പിന്നെ അമ്മയുടെ ഡിഗ്രിക്കാരൻ മോനും മലേഷ്യക്കാരും മരുമകളും പറയുന്നതെല്ലാം സത്യം. എന്തായാലും ഞാൻ വന്ന് പറഞ്ഞ ഇവിടെ ആരും വിശ്വസിക്കില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇളയച്ചനെ കയ്യോടെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നതെന്ന് ഇങ്ങനെ വീണ്ടും സച്ചി ഇങ്ങനെ പറയുക. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, സച്ചി നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? നീ മദ്യപിച്ചിട്ടുണ്ടോന്നേ? അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അച്ഛാ അദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ല, ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ശരിയാ. ദേണ്ടേ ഒരു ഇളയച്ചൻ തന്നെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, ഇനി ഭർത്താവിന് മാത്രമല്ല ഭാര്യയ്ക്കും പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. രണ്ടിനെയും കൂടി പിടിച്ചോണ്ട് പോയി വല്ല ഹോസ്പിറ്റലിലും കാണിക്കാൻ നോക്കുന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതെ ഈ ഇളയച്ചൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആരാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നൊക്കെ നമുക്കറിയാമെന്നും പറഞ്ഞിട്ട് ശ്രുതി ഒരു നോട്ടം നോക്കുകയാണ്. അങ്ങനെ ഇളയച്ചാന്ന് സച്ചി വിളിക്കുമ്പോഴേക്കും നമ്മുടെ ബീരാനുള്ളിലേക്ക് അങ്ങ് കടന്നു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീരാനെ കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ. ആഹാ, ശ്രുതിയുടെ ഇളയച്ചനായിരുന്നോ എപ്പോഴും മലേഷ്യയിൽ നിന്ന് വന്നത്? ബാബാ രവിയേട്ടാ, ഇവൻ പറഞ്ഞപ്പോൾ ആരൊക്കെയോ ആണെന്ന് ഞാൻ വിചാരിച്ചു. ശ്രുതിയുടെ ഇളയച്ചനാണ്. അച്ഛൻ്റെ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായി കാണുമല്ലോ അല്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരാൻ വന്നതാണോ? ബാബാ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടിയിട്ട് ബീരാനെ സ്വീകരിച്ചങ്ങ് ഇരുത്തുകയാണ് കേട്ടോ. ഈ സമയം ബീരാൻ വാതുറക്കുന്നേ ഇല്ല, ഇങ്ങനെ വല്ലാതെ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, അല്ല മലേഷ്യയിൽ നിന്ന് എന്നാ വന്നത്? ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളെന്താ ആകെ വല്ലാണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് ഇടപെടുന്നുണ്ട് കേട്ടോ. അങ്കിൾ, ഇളയച്ചന് എന്തെങ്കിലും അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് തന്നെ ഈ സച്ചി വിളിച്ചുകൊണ്ട് വന്നതല്ലേ, അതായിരിക്കും അങ്കിൾ മിണ്ടാതിരിക്കുന്നത്. ബാ ഇളയച്ച, ബാ നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം, എന്താന്ന് വെച്ചാന്നും പറഞ്ഞിട്ട് ശ്രുതി കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതെ,
ഇളയച്ചൻ പൗഡറേട്ടത്തിയോട് മാത്രം സംസാരിക്കാൻ വന്നതല്ല, ഇവിടെ എല്ലാവരോടും സംസാരിക്കാൻ വന്നാണല്ലോ. അപ്പൊ സംസാരിച്ചിട്ട് ഇളയച്ചൻ അവിടെ നിന്ന് അനങ്ങുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇത് ഞങ്ങളുടെ ഇളയച്ചനാണ്. മലേഷ്യയിലെ കാര്യങ്ങളും ശ്രുതിയുടെ സ്വത്തിന്റെ പല കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇദ്ദേഹം വന്നിരിക്കുന്നത്. അത് മുഴുവൻ നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് സംസാരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഇളയച്ചൻ വാന്നും പറഞ്ഞിട്ട് ശ്രുതിയും പറയുന്നുണ്ടേ. എന്നാ രേവതി പറയുന്നുണ്ട്, അച്ഛാ ഇവര് പറയുന്നത് പോലെ ഇവരോട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും രഹസ്യം പറയാനൊന്നുമല്ല ഇദ്ദേഹം വന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിനും പറയാനുള്ളത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെയാണ്. ഇനി ഇളയച്ചൻ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? ഇളയച്ചൻ കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ബീരാനാണെങ്കിൽ രവിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ലെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയും രവിയും അങ്ങ് പെട്ടെന്ന് തന്നെ ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ അച്ഛൻ ഒരുപാട് ഞെട്ടണ്ട, ഞെട്ടാൻ വരട്ടെ, കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇദ്ദേഹം ശ്രുതിയുടെ ഇളയച്ചനല്ല, പകരം നമ്മുടെ അശോകൻ അങ്കിളിൻ്റെ മരുമകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അയാളുടെ അമ്മാവനാണെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട്, സച്ചി നിങ്ങളെല്ലാവരും കൂടി എന്തൊക്കെയാണ് പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛാ ഇദ്ദേഹം നമ്മൾ അശോകൻ അങ്കിളിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വന്ന ആ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ്റെ ഒറിജിനൽ അമ്മാവനാണ്. ഇദ്ദേഹം ഇറച്ചി വെട്ടുകാരനാണെന്ന് പറയുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നീ എന്താടാ ആളെ വിളിച്ചുകൊണ്ട് വന്ന് നാടകം കളിക്കുവാണോ? അതെ, നാടകം കളിച്ചതേ ഞാനല്ല, അമ്മയുടെ മോനും മലേഷ്യക്കാരും മരുമകളും കൂടിയാണെന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആൻറ്റി ഈ ഇളയച്ചനെ വിളിച്ചിട്ട് എന്തൊക്കെയോ ഭീഷണിപ്പെടുത്തിയിട്ട് സച്ചി എന്തൊക്കെയോ പറയിപ്പിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നും പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാ ബീരാൻ പറയുന്നുണ്ട്, ശ്രുതി ഇനി ഒന്നും മറച്ചു വയ്ക്കണ്ട, സച്ചിയും രേവതിയും സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ദേവിയത് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ക്ഷമ ചോദിച്ചാൽ പോലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എന്നാലും ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്നും കരുതി മാത്രമാണ് ഞാൻ ഇങ്ങനെയൊരു കള്ളത്തരത്തിന് കൂട്ടുനിന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ഞാനൊരു മലേഷ്യക്കാരനല്ല. എന്തിന് എനിക്കൊരു പാസ്പോർട്ട് പോലും ഇല്ല. ഞാൻ ഒരു ഇറച്ചി വെട്ടുകാരനാണ്. അന്ന് രേവതി പറഞ്ഞതുപോലെ എൻ്റെ കടയിൽ നിന്നാണ് രേവതി ഇറച്ചി വാങ്ങിക്കാൻ വന്നത്. ആ സമയത്ത് ഞാൻ തോർത്തുമുണ്ട് മറച്ച് വെച്ചതാണ്. ഞാൻ അഭിനയ മോഹം കൊണ്ട് ഭയങ്കരമായിട്ട് ഇതുപോലൊരു തെറ്റ് ചെയ്യേണ്ടി വന്നതാണ്. അഭിനയിക്കാനുള്ള മോഹം മൂത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ശ്രുതിയുടെ കൂട്ടുകാരി മീരയെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ആ കുട്ടി വന്ന് അഭിനയിക്കാൻ ഒരു റോള് തരാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ അച്ഛമ്മയുടെ വീട്ടിൽ വന്നത്. അവിടെ വന്നപ്പോഴാണ് അഭിനയമല്ല, ഇത് യഥാർത്ഥത്തിൽ ജീവിക്കാനാണ് ഇവരെന്നോട് പറയുന്നതെന്ന്. എന്നാൽ അഭിനയിക്കാനുള്ള അതിയായ മോഹം കൊണ്ട് ഞാൻ അവിടെ എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ തെറ്റെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ശ്രുതിയുടെ ഇളയച്ചനല്ല. ഈ ശ്രുതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ശ്രുതിയുടെ അച്ഛൻ ആരാണെന്നോ വീട് എവിടാണെന്നോ ഒന്നും എനിക്കറിയില്ല. എല്ലാം മീര പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ബീരാൻ ഇങ്ങനെ തുറന്നു പറയുകയാണ്. ഈ സമയം രവി പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ? ഇത്രയും പ്രായമായില്ലേ നിങ്ങൾക്ക്? ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചിട്ട് ഇത്രയും നാൾ എല്ലാവരെയും ഒരു കോമാളിയാക്കിക്കൊണ്ട് ഇവിടെ വന്ന് നാടകം കളിച്ചിട്ട് ഇപ്പം വന്നിട്ട് മാപ്പ് ചോദിക്കുന്നോന്നൊക്കെ പറഞ്ഞിട്ട് രവിയും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രുതി അപ്പോഴേക്കും പറയുന്നുണ്ട്, അയ്യോ അപ്പോൾ മലേഷ്യയിലെ സ്വത്തൊക്കെ ഇനി ആരാ ഞങ്ങൾക്ക് തരിക? അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മരിച്ച കാര്യമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ബീരാൻ പറയുന്നുണ്ട്, ഇതൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം എന്നോട് ശ്രുതി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതാണ്. അല്ലാതെ അങ്ങനെ ഒരു ചിതാഭസ്മമോ ശ്രുതിക്ക് അങ്ങനെ ഒരു അച്ഛനോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി ഇങ്ങനെ തളർന്നിട്ട് സോഫയിലേക്ക് അങ്ങ് പോയി ഇരിക്കുകയാണ് കേട്ടോ. മറുപടി ഒന്നും പറയാനാവാത്ത അവസ്ഥയിൽ. എന്നാൽ രവി പറയുന്നുണ്ട്, ദേ ശ്രുതി എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്?
ഇയാൾ പറയുന്നതൊക്കെ സത്യമാണോന്നേ? എന്നാൽ ശ്രുതി വാ തുറന്ന് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അച്ഛൻ ഇതുവരെ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അതെ, ഈ പൗഡർ ഏട്ടത്തേക്ക് മലേഷ്യയിൽ ഒരച്ഛനും ഇല്ല, ഇങ്ങനെ ഒരു ഇളയച്ചനും ഇല്ല. ഇവള് പക്കാ ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ദേ, ഇയാളൊരു ഇറച്ചി വെട്ടുകാരനാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയും ചെയ്തല്ലോന്നേ. അപ്പോഴേക്ക് രവിയാണെങ്കിൽ സുധീരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സുധി, നീയും കൂടി അറിഞ്ഞിട്ടാണോ എല്ലാവരെയും കോമാളിയാക്കിക്കൊണ്ടിരുന്നു? അച്ഛാ, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? ഇവള് പറഞ്ഞതല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല. ശ്രുതിക്ക് മലേഷ്യയിൽ അച്ഛനില്ലെന്നോ ഇനി സ്വത്തില്ലെന്നോ ഒന്നും എനിക്ക് അറിയില്ല അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതൂടെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. രവിയേട്ടാ, നിങ്ങൾ ഇനി ആരോടെ ഈ തത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ പോയൊരു പിടുത്തം അങ്ങ് പിടിക്കാണ് കേട്ടോ. എടി മലേഷ്യക്കാരി കള്ളി, നീ ഇത്രയും നാള് എല്ലാവരെയും പറ്റിക്കായിരുന്നല്ലേടി. നിന്നെ ഞാൻ ഒരു തവണ വിശ്വസിച്ചു. നീ ചതിച്ചതാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടും നിന്നെ പിന്നെയും വിശ്വസിച്ചു. നീ പേരും കള്ളിയാണല്ലേടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്കിട്ട് അങ്ങ് തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, അമ്മ അടിക്കണ്ടമ്മേ ശ്രുതിനെ. ദേ, ഇനി ഒരക്ഷരം നീ ഇവളെക്കുറിച്ച് മിണ്ടരുത്. ഇവള് നീയും തമ്മിലുള്ള ബന്ധം ഇന്നത്തോടു കൂടി അവസാനിച്ചു. ഇനിയും നിനക്കേ ഇങ്ങനെ ഒരു ഭാര്യയും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ നേരെയും ചന്ദ്രമതി ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്? എനിക്കറിയില്ല. ശ്രുതി പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എടി, എൻ്റെ മോനെ ചതിച്ച് എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കാന്ന് നീ കരുതിയല്ലേ? ഞങ്ങളെ എല്ലാവരെയും മണ്ടരാക്കിക്കൊണ്ട് നീ ഈ വീട്ടിൽ അടങ്ങി വാഴാന്ന് നീ കരുതിയല്ലേ? നിന്നെ ഞാൻ ജീവിക്കുന്നുണ്ടടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് പുറത്തേക്കൊരു തള്ളുകയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ദേ അമ്മേ, നിങ്ങളുടെ മരുമകള്, നിങ്ങളുടെ പ്രിയപ്പെട്ട മരുമകളെ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, എന്നാൽ ഇദ്ദേഹം ഒന്ന് പൊക്കോട്ടെ എന്നേ. അപ്പോഴേക്കും ബീരാനാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി, എന്തായാലും ജീവിക്കാൻ വേണ്ടി ചെറിയ കള്ളത്തരങ്ങളൊക്കെ എല്ലാവരും പറയും. എന്നാൽ നീ പറയുന്നത് ഒരു കുടുംബത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടാണ്. നിന്റെ സാഹചര്യം എന്താണെന്നും എനിക്കറിയില്ല. എന്നാൽ നീ പറഞ്ഞ ഒരു കള്ളത്തിൻ്റെ മേലിൽ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി നിനക്ക് 1000 കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നു. ഇനിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും മാപ്പ് ചോദിച്ചിട്ട് ബീരാൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീരാനൂടെ പോയി കഴിയുമ്പോഴേക്ക് ചന്ദ്രമതി അങ്ങ് ഇളകുകയാണ് കേട്ടോ. അങ്ങനെ വായിൽ വന്നതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നല്ല അടി കൊടുത്തിട്ട് മുടിക്ക് പിടിച്ചിട്ട് ശ്രുതിയെ പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ. ഇനി എൻ്റെ വീടിൻ്റെ പടി പോലും നീ ചവിട്ടില്ലെന്നേ. എന്നാൽ ശ്രുതി ഇങ്ങനെ കരഞ്ഞിട്ട്, ആൻറ്റി ഞാൻ ശ്രുതിയെ വഞ്ചിച്ചു എന്ന് മാത്രം പറയരുത് ആൻറ്റി. ഞാൻ ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. നിർത്തടി. നീ കള്ളത്തരങ്ങൾ പറഞ്ഞ് കള്ളത്തരം കൊണ്ട് ജീവിക്കുന്നവളാണ് നീ. ഇനി നീ നിന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കേൾക്കാനിരിക്കുന്നു? നീ ഇനി മറ്റു കല്യാണം കഴിച്ചതാണോ? നിനക്ക് ഇനി കുട്ടികളുണ്ടോയെന്ന് പോലും ഞങ്ങൾക്കറിയില്ലല്ലോ. നിന്നെ വിശ്വസിച്ച് ഈ വീട്ടിൽ മഹാറാണിയെ പോലെ ജീവിപ്പിച്ചില്ലേടി ഞാൻ. ഈ വീട്ടിലേക്ക് വന്ന മറ്റ് 2 മരുമക്കളെക്കാളും നിന്നെ ഞാൻ അധികമായിട്ട് സ്നേഹിച്ചു. അതിനെല്ലാം കൂടി ചേർത്ത് നീ എൻ്റെ തലയിൽ മുളകരച്ചല്ലേടി എന്നും പറഞ്ഞിട്ട് വീണ്ടും അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ, ഇനി കൂടുതലൊന്നും പറയണ്ട. ഇവളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക വേണ്ടെന്നേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, അത് നിങ്ങളെ ഇത്രയും നാള് 2 പേരും കൂടിയാണല്ലോ ഇവളെ തലയിൽ കയറ്റി നടന്നത്. ഞാൻ കൊണ്ടുവന്ന മരുമകൾക്ക് ചന്ദ്രൻ, നിനക്ക് ദിവസവും ഓരോരോ കുറ്റങ്ങൾ കണ്ടെത്താനുണ്ടായിരുന്നു. അവൾക്ക് പണമില്ലാത്ത വീട്ടിലാണെങ്കിലും ഇന്നേ വരെ അന്തസ്സ് വിട്ടിട്ടോ അവളുടെ വായിൽ നിന്ന് ഒരു ചെറിയ കളവ് പോലും വന്നിട്ടില്ല. അതാണ് നീ എപ്പോഴും പറയുന്ന ഞാൻ കൊണ്ടുവന്ന മരുമകളും നീ കൊണ്ടുവന്ന മരുമകളും തമ്മിലുള്ള വ്യത്യാസമെന്നേ. ഇതോടെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, അതേച്ചാ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. എൻ്റെ രേവതി ഉണ്ടല്ലോ, മലേഷ്യക്കാരിയൊന്നും ഇല്ലെങ്കിലേ ഇവള് തനി തങ്കവാ.
റോസാപ്പൂവിൻ്റെയും മുല്ലപ്പൂവിൻ്റെയും മാത്രം മണമുള്ള തനി തങ്കം എന്ന് പറയുകയാണേ. ഇതോടെ കേൾക്കുമ്പോഴേക്കും കേട്ടില്ലേടി, കണ്ട കുടിയൻ്റെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നീ ഒറ്റയൊരുത്തി കാരണമാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിക്കിട്ട് പിന്നെയും പോയി അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ നിർത്ത്, ഒരു പെൺകുട്ടിയെ വെറുതെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കേണ്ട കാര്യമില്ല. ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കണം. എന്നാൽ അതിനൊരു പരിധിവരെ നീയും കൂടി കാരണക്കാരിയാണ്. നിന്റെ പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണ് ഈ കുടുംബത്തിനെ മുഴുവൻ പറ്റിച്ചിട്ട് ഇവൾ ഈ വീട്ടിൽ ഇത്രയും നാൾ ജീവിച്ചതെന്ന് പറയുകയാണേ. എന്നാൽ വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, അങ്കിളെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത് ശരിയാണ്, എന്നാൽ അതെനിക്ക് ശ്രുതിയുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണെന്നേ. അപ്പോഴേക്കും ഇതൂടെ കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. ചി നിർത്തടി ദരിദ്രവാസി, ഇനി നീ നിന്റെ നാക്കെടുത്ത് എൻ്റെ ശ്രുതിയുടെ പേര് പോലും നീ പറഞ്ഞേക്കില്ലെന്നും പറഞ്ഞിട്ടൊക്കെ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. എന്നാൽ രവി ഇടപെട്ടിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, നിർത്തുന്ന ഇപ്പം തൽക്കാലം നമുക്ക് പോലീസിലൊന്നും കൊടുക്കണ്ട. പോലീസിൽ നമ്മൾ പരാതിയായിട്ട് ചെന്നാൽ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം തന്നെയാണ് കാറ്റിൽ പറക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ എന്താണെങ്കിലും നീ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ, നിന്റെ പ്രിയപ്പെട്ട മകൻ്റെയും കാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോ. സച്ചി രവതി അകത്തേക്ക് കയറി പോന്നും പറഞ്ഞിട്ട് രവി ഉള്ളിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നടുതെരുവിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും. ബാഗും പെട്ടി എല്ലാം എടുത്തുകൊണ്ട് വന്നതിനെ പുറത്തേക്ക് എറിഞ്ഞിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ഇനി നീ ഈ വീടിൻ്റെ പടി പോലും കണ്ടെത്തേക്കല്ലെന്ന് കേട്ടോ. അങ്ങനെ ശ്രുതിയും ഭയങ്കര ദേഷ്യത്തിലാണ്. ശ്രുതിയാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ കെട്ടും കിടക്കി എടുത്തിട്ട് നേരെ നമ്മുടെ മീരയുടെ വീട്ടിലേക്കും അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ നല്ല സൂപ്പർ എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. എല്ലാവരും മറക്കാതെ കാണണം. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും കൂടി ഇടണം കേട്ടോ. താങ്ക് യു. അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണും വരേക്കും ബായ്.